അർജുൻ്റെ അച്ഛമ്മ ബെഡിലിരുന്ന് ഇങ്ങനെ വേദബുക്കും വായിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി. അപ്പോൾ ആ ഒരു ടൈമിലാണ് അർജുൻ അവിടേക്ക് എത്തുന്നത്. എന്താ മോനെ, നീ ഉറങ്ങിയില്ലേ? അപ്പോൾ ഉറക്കം വന്നില്ല എന്ന് പറയണം അർജുന്. എന്തു പറ്റി? നിന്നെ ഞാൻ ഇന്നോ ഒന്നരെ കാണുകയല്ലല്ലോ, മോൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് എന്ന് പറയാണ്. നമ്മുടെ വീട്ടിലുണ്ടായ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കില്ലേ. നീ പോയി ഒരു ജ്യോത്സ്യനെ കാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് പോലെ നമുക്ക് പൂജ എന്താണെന്ന് വെച്ച് ഇവിടെ നടത്താം. ഏതോ ഒരു ദുഷ്ടശക്തിയുടെ നിഴൽ പതിഞ്ഞിട്ടുണ്ട് നമ്മളെ വീട്ടിൽ, അതൊക്കെ നമുക്ക് മാറ്റണം. അപ്പോൾ അർജുൻ പറയാണ്, അത് ഏത് ജ്യോത്സ്യനെയൊന്നും കണ്ടിട്ട് കാര്യമില്ല അച്ഛമ്മേ. മന്ത്രം കൊണ്ട് ജ്യോതിഷം കൊണ്ടൊന്നും തീരാവുന്ന പ്രശ്നമല്ല നമുക്കുള്ളത്. 2-3 ദിവസം കൊണ്ട് നമുക്ക് എല്ലാം ശരിയാക്കിയെടുക്കുക, എല്ലാം മാറും എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയണത് നീ മനസ്സിലെന്തോ ഉദ്ദേശിച്ചിട്ടാണല്ലോ പറയുന്നത്. ഒന്നുമില്ല അച്ഛമ്മേന്ന് പറയണ്ടേ. ഇത് പറയാനാണ് നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാണ്ട് അച്ഛമ്മ. അല്ല, ഇനി മുതൽ അച്ഛമ്മ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുറിയുടെ ഡോർ അകത്ത് നിന്ന് കുറ്റിയിടണം. അതെന്താ മോനെ, എനിക്കിതൊന്നും പതിവില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ മഹേശ്വരി അമ്മ. എന്നാൽ ഇനി മുതൽ അച്ഛമ്മ വാതിൻ്റെ കുറ്റിയിട്ടേ പറ്റൂ. നീ എന്തോ മറക്കുന്നുണ്ടല്ലോ. എന്താ മോനെ കാര്യം ചോദിക്കുന്നുണ്ടോ മഹേശ്വരി അമ്മ. ഒന്നുമില്ലച്ചമ്മേ, അതൊക്കെ സമയമാവുമ്പം എല്ലാം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അർജുന അവിടെ നിന്നും പോവാണ്. പിന്നീട് അർജുന് മുറ്റത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ പുറത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് മാധുരി അമ്മ അങ്ങോട്ട് വരികയാണ്. ഡാ, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? അപ്പോൾ അർജുൻ പറയാണ്, ഒന്നുമില്ല അമ്മേ. അമ്മ പോയി കിടന്നോ? ഞാൻ കുറച്ച് കഴിഞ്ഞേ കിടക്കുന്നുള്ളൂ എന്ന് പറയാണ് അർജുൻ. നേരം ഒരുപാടായി മോനെ, നീ അകത്ത് പോയി കിടക്കുമെന്ന് പറയാൻ കേട്ടോ മാധുരി. എന്തു പറ്റി നിനക്ക്? അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഒന്നും പറ്റാതിരിക്കാനാണ് അമ്മേ. അമ്മ ഇപ്പോൾ ഒന്നും അറിയണ്ട, സമയമാവുമ്പോൾ എല്ലാം ഞാൻ പറയാമെന്ന് പറയാണ്. അപ്പോൾ മാധുരി, എന്താടാ? മോൻ പൂജയുമായി വഴക്കിട്ടോ? ഞാൻ പൂജമോളെ വിളിക്കാം, നിങ്ങളുടെ വഴക്ക് ഇപ്പോൾ തന്നെ നമുക്ക് തീർക്കാമെന്ന് പറയാണ്. എന്നിട്ട് പൂജനെ വിളിക്കാൻ വേണ്ടി പോന്നിക്കാൻ കേട്ടോ. അപ്പോൾ അർജുൻ പറയാണ്, അമ്മ ഇപ്പോൾ അവളെ വിളിക്കണ്ട. അമ്മ വിചാരിക്കുന്നത് പോലെയല്ല, അവൾ നമ്മുടെ പൂജയല്ല. എന്താണ് നീ പറയുന്നതെന്ന് പറഞ്ഞിട്ട് മാധുരി അമ്മ ആകെ ഷോക്കായി നിൽക്കുകയാണ്. അതേ അമ്മേ, അരുണിമാൻ്റിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നന്ദനാങ്കണ്ണൊരു പ്രണയമുണ്ടായിരുന്നു. അതിലുണ്ടായിട്ടുള്ള കുഞ്ഞാണ് ഇവർ. ഇത് റാണിയാണ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂജമോൾ അറിയില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് അർജുന് മാധുരി അമ്മനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, അതറിയുന്നത് വരെ നമ്മൾ ഇതെല്ലാം രഹസ്യമായി വെച്ചേ പറ്റൂ. മോനെ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നീ കളവ് പറയാണെന്നൊക്കെ ചോദിക്കട്ടോ മാധുരി അമ്മ കരഞ്ഞുകൊണ്ട്. ഇത്തരം കാര്യങ്ങൾ ഞാൻ എന്തിന് കളവിന് പറയണം അമ്മയെന്ന് പറഞ്ഞിട്ട് അർജുൻ കരഞ്ഞുകൊണ്ട് പറയാണ്, എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത്? അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്നതിനൊക്കെ വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടമ്മേ. കമ്മീഷണറുടെ പകയുടെ ബാക്കിയാണ് ഇതൊക്കെ. അപ്പോൾ മാധുരി അമ്മ പറയാണ്, ആ ആഭരണം വന്ന് അടിച്ചു മാറ്റി മധുവിനെയും സ്നേഹയും പ്രതികളാക്കിയതും ഇപ്പോൾ നന്ദനങ്കളുടെ ഈ ആക്സിഡൻറ്റിൻ്റെ പിന്നിലൊക്കെ റാണിയാണോ? അപ്പം അർജുൻ കരഞ്ഞുകൊണ്ട് അതേന്ന് പറയാം കേട്ടോ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് എന്തിനു മിണ്ടാതിരിക്കണം എന്ന് ചോദിക്കുകയാണ് മാധുരി. അമ്മേ, നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ഇത് ബാധിക്കുന്നത് പൂജയെയാണ്. എൻ്റെ പൂജയെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ അവളെ പൊളിച്ചെടുക്കും. ഇങ്ങനെയൊക്കെ പറയാണ്. പിന്നീട് പറയേണ്ടത് ഇതാരും അറിയണ്ട, അമ്മ പോയി കിടക്കുമെന്ന് പറഞ്ഞിട്ട് അർജുനെ മാധുരിനകത്തേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പൂജ ഉറങ്ങാൻ കേട്ടോ. പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്നും എണീക്കുകയാണ്. അപ്പോൾ ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോൾ ആരെയും കാണുന്നില്ല കേട്ടോ. പിന്നെ അവൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം കേട്ടോ. അപ്പോൾ അവിടെ ആ ഹോളിൽ എല്ലാവരും കള്ളും കുടിച്ച് നല്ല ഫിറ്റായിട്ട് ഉറങ്ങാൻ കേട്ടോ. അതിലൊരാളെ പോക്കറ്റിൽ ഡോറിൻ്റെ കീ കാണുകയാണ് കേട്ടോ പൂജ. പിന്നീട് പതിയെ പൂജ ആ കീ കയ്യിലെടുക്കുകയാണ് കേട്ടോ. ശേഷം മെല്ലെ ശബ്ദമുണ്ടാക്കാതെ ഡോറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഡോർ തുറക്കാൻ ശ്രമിക്കുകയാണ്. ഡോർ തുറക്കുന്ന ചെറിയ സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് അതിലൊരാൾ എണീക്കുകയാണ് കേട്ടോ. അയാൾ പൂജ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നതും ഡോർ ഓപ്പൺ ആക്കുന്നതും കാണുകയാണ്. അയാൾ ബഹളം ഉണ്ടാക്കുന്നത്, അവൾ രക്ഷപ്പെടുന്നു, വാതിൽ തുറന്നു പോകുന്നു എന്ന് പറയാം കേട്ടോ. ഇത് കേട്ടതും പൂജ ഡോറ് തുറന്നിട്ട് റോട്ടിലേക്ക് ഓടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ എണീറ്റിട്ട് അവരും പിന്നാലെ ഓടുകയാണ്. ശേഷം പൂജ തൊട്ടടുത്ത് എന്തോ ഇത് കാണുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് മറിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. തൊട്ട് മുന്നിൽ വന്നിട്ട് തന്നെ ഇവർ അവിടെയൊക്കെ പൂജനെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കിയിട്ട് അവരവിടെ നിന്ന് പോവാണ്. പിന്നീടാണ് പൂജ അവിടുന്ന് മെല്ലെ എണീറ്റിട്ട് താൻ എന്തിൻ്റെ പിന്നിലാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം അറിയുന്നത്. അതൊരു ഗണപതി വിഗ്രഹത്തിന് മുന്നിലായിരുന്നു കേട്ടോ. അപ്പോൾ പൂജക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ആശ്വാസം സന്തോഷമൊക്കെ ആവുകയാണ് കേട്ടോ. ശേഷം പൂജ ഇരു കൈയും കൂപ്പി ദൈവത്തോട് മനമുരുകി പ്രാർത്ഥിക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാവിലെ അർജുൻ്റെ വീടാണ്. അർജുൻ സോഫയിൽ കിടന്ന് ഉറങ്ങാൻ കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി എല്ലാവരെയും ഇങ്ങനെ നോക്കി നടക്കുന്നത് കൊണ്ട് തന്നെ അർജുന് ഒട്ടും ഉറക്കമില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ലേറ്റായി ഉറങ്ങിയത് കൊണ്ട് എണീക്കാൻ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അങ്ങനെ അർജുൻ പതിയെ കണ്ണ് തുറന്ന് കഷ്ടപ്പെട്ട് എണീറ്റ് സോഫയിൽ ഇരിക്കുകയാണ്. പിന്നീട് അവിടേക്ക് മാധുരി അമ്മ വരികയാണ് കേട്ടോ. മോനെ, ഇന്നലെ രാത്രി ഒരു പോള കണ്ണടക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഇങ്ങനെ പറയാൻ കേട്ടോ മാധുരി അർജുനോട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഇതാണ് ഞാൻ അമ്മയോട് പറയാൻ മടിച്ചത്. അമ്മയോടെല്ലാം പറഞ്ഞത് ഇപ്പോൾ വലിയ അബദ്ധമായെന്ന് എനിക്ക് തോന്നുകയാണെന്ന് പറയാം കേട്ടോ. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലേക്കാണ് റാണി ഇറങ്ങി വരുന്നത്. അപ്പോൾ റാണി ചോദിക്കുന്നുണ്ട്, അല്ല അജുവേട്ടനെ എവിടെയായിരുന്നു ഇന്നലെ? ഞാൻ ഉണർന്ന് നോക്കിയപ്പോഴൊന്നും അജുവേട്ടനെ റൂമിൽ കണ്ടില്ല. അത് ഞാൻ ഇന്നലെ കാറ്റൊക്കെ ഒന്ന് കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു.
പിന്നീട് അറിയാതെ ഫോണും കൊണ്ട് സോഫയിലിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയി എന്ന് പറയാം കേട്ടോ. അപ്പോൾ മാധുരി അമ്മങ്ങ ദേഷ്യത്തോടെ ഉള്ളിൽ ഭയങ്കര ദേഷ്യം വെച്ചിട്ടാണ് റാണിനെ കാണുന്നത്. ഇവിടെ ചെയ്ത ഈ എല്ലാത്തിനും കാരണം ഇവളാണല്ലോ എന്നൊക്കെ മനസ്സിലാലോചിക്കാൻ. എന്നിട്ട് എന്തോ ഒരു നല്ല പിള്ള ചമയുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പക്ഷെ അർജുന് മാധുര്യമ്മൻ്റെ മുഖഭാവം കണ്ടപ്പോൾ അതിനെ മനസ്സിലാണ്. അപ്പോൾ അർജുൻ ഇങ്ങനെ മുഖം കൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് അരുത് എന്ന്. പിന്നീട് അമ്മയെ നമുക്ക് ചായ ഉണ്ടാക്കാം, ചായ വേണം അർജുവേട്ടാന്ന് ചോദിച്ചിട്ട് അവൾ ചായ ഉണ്ടാക്കാൻ പോവാണ് അടുക്കളയ്ക്ക്. അങ്ങനെ അടുക്കളയിൽ കനകേച്ചി ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ റാണി പറയാണ്, കനകേച്ചി ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കോളാം ഫുഡെല്ലാം, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലെന്നാണല്ലോ ഇവിടെ ചിലരുടെയൊക്കെ സംസാരം, അത് ഇന്ന് എനിക്ക് തെളിയിക്കണം. ഇന്ന് ഊണിന് എന്തൊക്കെ ഉണ്ടാക്കാനാണ് പ്ലാനും ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കനകേച്ചി 2 തരം കറികളും പിന്നെ മെഴുക്ക് പുരട്ടി അങ്ങനെ പല സാധനങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, ഇന്നപ്പോൾ ഞാനിത് ഉഷാറാക്കും, എൻ്റെ പാചകം കിടിലനാക്കും എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ റാണി നേരത്തെ തന്നെ യൂട്യൂബിലൊക്കെ നോക്കി ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവൾ ഇതുപോലെ തന്നെ നോക്കി നല്ലൊരു കോഫി ഇട്ടതാണല്ലോ, അതിൽ വിജയിച്ചത് കൊണ്ട് തന്നെ അവളുടെ ആത്മവിശ്വാസം കൂടുതലായിരുന്നു കേട്ടോ. കനകേച്ചി എനിക്കിപ്പോൾ ആ പഴയ ഓർമ്മകളൊക്കെ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പഴയതുപോലെ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോവാണ്, അടുക്കളയിലൊക്കെ സഹായിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇങ്ങനെ റാണിയുടെ വീരവാദങ്ങൾ കേൾക്കുമ്പോൾ മാധുര്യമ്മക്ക് അത് വലിയ സുഖിക്കണില്ല കേട്ടോ. അവരുടെ മനസ്സിൽ ഇന്നലെ അർജുന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കിടന്നിങ്ങനെ വിങ്ങുകയാണ്. അടുക്കളയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആ ലോകത്തെ ആയിരുന്നില്ല കേട്ടോ മാധുര്യമ്മ. ഇനി ഇന്നലെ മധുവാൻ്റി പറഞ്ഞ പോലെ എല്ലാവരും ഇവിടെ നിന്നൊന്ന് പോയേ, ഈ അടുക്കള എനിക്ക് ഒറ്റക്കൊന്ന് വിട്ടുതരും, ഞാനിവിടെ ഇന്ന് തകർക്കുന്നൊക്കെ പറയാൻ കേട്ടോ റാണി. ഇത് കേട്ടപ്പോൾ മാധുര്യമ്മൻ്റെ കൺട്രോളൊക്കെ പോവാൻ കേട്ടോ. അവർ ദേഷ്യത്തിൽ തന്നെ നല്ല ഉച്ചത്തിൽ പറയാണ്, നന്ദേട്ടൻ മുകളിൽ നിന്ന് വീണ് കിടക്കുന്ന സമയത്ത് തന്നെ വേണം കുട്ടി പാചക കഴിവ് തെളിയിക്കാന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് കേട്ട് കനകേച്ചിയും റാണിയൊക്കെ ഒന്ന് ഷോക്കാണ്ട് കേട്ടോ. അപ്പോൾ കനകേച്ചി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്ത് പറ്റി? അവൾക്ക് പൂജമോക്ക് എല്ലാം ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൾക്കൊരു അവസരം ഒരുക്കി കൊടുക്കാന്നേ. മാധുരിക്ക് ഇത് പറഞ്ഞതിന് ശേഷം കേട്ടോ എന്താ പറഞ്ഞെന്നുള്ളൊരു ബോധം തിരിച്ചു വന്നേ. പിന്നീട് അവളത് റീമേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ കേട്ടോ. അത് എനിക്ക് നന്ദേട്ടൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്തൊരു ടെൻഷൻ, അപ്പോൾ അറിയാതെ ഞാൻ പറഞ്ഞു പോയതാ. പാചകത്തിൽ കഴിവ് തെളിയിക്കലൊക്കെ പിന്നീട് ആവാം മോളെ എന്ന് പറഞ്ഞിട്ട് മാധുര്യമ്മ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ റാണി ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് എന്ത് പറ്റി കുട്ടി എന്നൊക്കെ ഒരു വിളി തള്ളഞ്ഞ് എല്ലാം മനസ്സിലാക്കിയോ? എന്നെക്കുറിച്ച് വല്ല സംശയം ഇവിടെ മനസ്സിൽ കിടപ്പുണ്ടോ? ഇനി അർജുനെല്ലാം പറഞ്ഞോ ഇവരോട്? എന്തായാലും ഇനി ഇവിടെ അധിക കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതിനു മുൻപ് കിട്ടാവുന്നതിലപ്പുറം മാക്സിമം എടുത്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇനി ആ നന്ദഗോപനും കൂടി സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ എല്ലാം കുളമാകും എന്നൊക്കെ വിചാരിക്കാണ്ട് റാണി മനസ്സിൽ. പിന്നീട് കാണിക്കുന്നത് പൂജ റോട്ടിലൂടെ നടന്നിട്ട് ഒരു അമ്പലം കാണാൻ കേട്ടോ. അവിടേക്ക് കയറി ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ കുഴഞ്ഞു വീഴാൻ കേട്ടോ. അവൾ ഗുണ്ടകളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരുപാട് ഓടിയത് കൊണ്ട് തന്നെ നല്ല ക്ഷീണിച്ചിരുന്നു. ആ ടൈമിലാണ് അവിടേക്ക് വിശ്വനാഥൻ സാർ വരുന്നത്. അദ്ദേഹം അമ്പലം ചുറ്റും പ്രദർശനം വെച്ചതിന് ശേഷം ഭഗവാന്റെ മുന്നിലെത്തുക കേട്ടോ. എന്നിട്ട് 2 കൈകളും കൂപ്പി പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ, എൻ്റെ പൂജമോളെ എവിടെയാണെന്നറിയില്ല, എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ കാണിച്ചു തരണേ, ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച കുട്ടിയാണ് എൻ്റെ കുട്ടി, ഇനിയും അവളെ ഇങ്ങനെ പരീക്ഷിക്കരുത് ഭഗവാനെ. അവളിപ്പോൾ സമാധാനപൂർവ്വമുള്ളൊരു ജീവിതം നയിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം അച്ഛനെയും അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു എൻ്റെ കുട്ടി. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തൊരു കുട്ടിയാണ്, ദേവി അവളെ ഇനി രക്ഷിക്കണമേ, എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വനാഥൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ശേഷം അവർ മുന്നോട്ടേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കേട്ടോ പൂജ അവിടെ കിടക്കുന്നതായിട്ട്. അദ്ദേഹത്തിന് സംശയം തോന്നി അദ്ദേഹം പൂജയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അതെ, ഇത് എൻ്റെ പൂജമോൾ തന്നെ, പൂജ പൂജ എന്ന് വിളിച്ചിട്ട് പൂജനെ എണീപ്പിക്കാൻ കേട്ടോ. പൂജ നന്നായി ക്ഷീണിച്ചത് കൊണ്ട് തന്നെ പൂജ കണ്ണ് തുറക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കുറച്ച് വെള്ളം എടുത്ത് പൂജയുടെ മുഖത്തേക്ക് കുടയാൻ കേട്ടോ. ശേഷം പൂജ കണ്ണ് തുറക്കുകയും എണീറ്റിരിക്കുകയും ചെയ്തു. വിശ്വനാഥനെ കണ്ടതും മച്ചാന്ന് വിളിച്ചിട്ട് അവൾ കെട്ടിപ്പിടിച്ച് കരയാൻ കേട്ടോ. എൻ്റെ പൊന്നു മോളെ, നീ എവിടെയായിരുന്നു, എന്താ നിനക്ക് സംഭവിച്ചത്? അപ്പോൾ പൂജ ഗുണ്ടകളുടെ കയ്യിലായിരുന്നുവെന്നും അവിടെ നിന്നും അവർ കാണാതെ ഓടി രക്ഷപ്പെട്ടതൊക്കെ പറയാൻ കേട്ടോ. എൻ്റെ പൊന്നു മോളെ, ആരാണ് എന്നോട് ഈ ചതി ചെയ്തതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം പൂജ പറയുന്നുണ്ട്, അതച്ഛാ റാണി എന്നെ പോലെ തന്നെ ഇപ്പോൾ അജുവേട്ടൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിൽ കഴിയുന്നുണ്ട്. അവളാണച്ഛാ ഇതെല്ലാം ചെയ്തത്, അവൾ എൻ്റെ നന്ദച്ഛൻ്റെ മകളാണത്രേ. അപ്പോൾ വിശ്വനാഥച്ചൻ പറയാണ്, എനിക്കറിയാം അവളൊരു ദിവസം നമ്മൾ സ്നേഹസദനത്തിൽ വന്നിരുന്നു അർജുൻ്റെ കൂടെ. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് നീയല്ല എന്ന്. അർജുനും അറിയാമെല്ലാം, പക്ഷേ അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അച്ഛാ, നന്ദച്ഛൻ എങ്ങനെയുണ്ട് ഇപ്പോൾ ചോദിക്കാണ്ടോ പൂജ. നന്ദന് എന്ത് പറ്റി മോളെ? അവൾ നന്ദച്ഛനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. മുദ്രപേപ്പറിൽ എന്നോട് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുമുണ്ട്. ഇനി അവളുടെ പ്ലാൻ എന്നെ കൊല്ലാനായിരുന്നു. അപ്പോൾ വിശ്വനാഥൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല മോളെ, നമുക്ക് അർജുനെ വിളിക്കാം, അതൊക്കെ പിന്നീട് സമാധാനപൂർവ്വം നമുക്ക് തീരുമാനിക്കാം, ഇപ്പോൾ നമുക്ക് സ്നേഹസദനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് സ്നേഹസദനത്തിലേക്ക് പോവാണ്. പിന്നീട് വിശ്വനാഥൻ ആലോചിക്കുന്നുണ്ട്,
പൂജയെ കിട്ടിയ വിവരം തൽക്കാലം ആരെയും അറിയിക്കണ്ട. അത് ചിലപ്പോൾ അവൾക്ക് തന്നെ അപകടമാകും. എന്തായാലും വലിയൊരു അപകടം കഴിഞ്ഞ് വരികയല്ലേ, അവൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആ ഗുണ്ടകൾ റാണിക്ക് വിളിച്ച് പറയാൻ കേട്ടോ പൂജ രക്ഷപ്പെട്ട വിവരം. ഇത് കേട്ട് റാണി ആകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഇനി വരാനുള്ള നല്ല കിടിലൻ എപ്പിസോഡായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും അർജുൻ പൂജ നല്ല സ്നേഹത്തോടുള്ള കോംബോ നമുക്ക് കാണാം.